بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. സാന്ദർഭികമായിട്ടുള്ളൊരു വിഷയം സൂചിപ്പിക്കാൻ വിചാരിക്കുന്നു. തൽക്കാലം ഇന്ന് കിതാബില്ല. അതിന്റെ കാരണം, നമ്മളിന്ന് രാവിലെ മലപ്പുറമ്പ് പള്ളിയിൽ ക്ലാസ് കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ വന്നില്ലേ? എന്തോന്റെ പേര് പറഞ്ഞു? സയ്യാൻ. ചെറിയ പയ്യൻ, 9ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചോളൂ. അതുകൊണ്ട് എന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ. അപ്പം കുറെ കേൾക്കുന്നുണ്ട്, കുറെ പഠിക്കുന്നുണ്ട്. 9 വയസ്സിൽ 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ അത്രയും പ്രായമുള്ള കുട്ടികളൊക്കെ ദീനിന്റെ കാര്യം അന്വേഷിച്ച് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷമുള്ള സംഗതിയാണ്. ശരിക്കും അവരുടെ മാതാപിതാക്കളൊക്കെ നമ്മളൊന്ന് പ്രശംസിക്കണം. അവരുടെ ഭാഗത്തൊന്നും ഒരു ചെറിയ തള്ളലില്ലാണ്ട് അങ്ങനെ ഒരു ചിന്തയിലേക്ക് ആ മോനൊന്നും വരൂലല്ലോ. ഫർഹാൻ സലാഹിക്കും അതിന് വലിയ പങ്കുണ്ട്. മാഷാ അല്ലാഹ്, അല്ലാഹു ഖബൂലാക്കട്ടെ. അപ്പം ഞാൻ ഇങ്ങനെ പോകുമ്പോൾ, വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ അയവറക്കുകയാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വക്താക്കൾ ഒരു വിഷയം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിലൊരു കൃത്യത ജനങ്ങൾക്ക് കിട്ടണം. തെളിവ് സഹിതം എന്തുകൊണ്ടിങ്ങനെ എന്നത് വ്യക്തമാവണം. അതാണ് ഈ അഹ്ലുസുന്ന വൽ ജമാഅയെയും അഹ്ലുസുന്ന വൽ ജമാഅയുടെ പേരിൽ അറിയപ്പെടുന്നവരെയും തമ്മിൽ വേർതിരിക്കുന്ന വസ്തുത. ശരിക്കും അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ സലഫികളാണ് നമ്മുടെ നാട്ടിൽ. എന്നാൽ ആ പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ സമസ്തക്കാരും മറ്റുമൊക്കെ. സുന്ന ജമാഅയുമായിട്ട് ബന്ധമൊന്നുമില്ല. എങ്ങനെ അങ്ങനെ സുന്നത്ത് ജമാഅത്തും ഇത് അഹ്ലുസുന്ന വൽ ജമാഅ. അപ്പൊ കാര്യങ്ങള് ഇപ്പം സാന്ദർഭികമായി പറഞ്ഞാൽ നബിദിനാഘോഷ പരിപാടിയെ അഹ്ലുസുന്ന വൽ ജമാഅ എതിർക്കുന്നു, വിമർശിക്കുന്നു. അത് ശരിയല്ല എന്ന് പറയുന്നു. അതിന്റെ പേരിൽ ചെലവഴിക്കപ്പെടുന്ന ഊർജം, ആരോഗ്യം, സമ്പത്ത് ഇതിലൊന്നും ഒരു പ്രതിഫലവുമില്ല എന്നും പറയുന്നു. എന്തുകൊണ്ട്? ആ ഒരു വസ്തുത നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. കാരണം നമ്മൾ ഓൾറെഡി അത് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. പക്ഷെ ഇതേപോലെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൃത്യമായി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിലപാട് ഇതാണ്, അതുകൊണ്ടാണ് നമ്മൾ അതിൽ കൂട്ടു നിൽക്കാത്തത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഇൽമ് നമ്മളെടുത്ത് ഉണ്ടാവണം. കാരണം ഒരു കാര്യത്തിൽ നിന്നും മോശമാണെന്ന് മനസ്സിലാക്കി നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മുടെ ബാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കലും അവരോടും കൂടി അതിൽ നിന്ന് മാറി നിൽക്കാൻ ഉപദേശിക്കണം. നിർബന്ധിക്കലല്ല, ഉപദേശിക്കണം. കാരണം അത് മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടും. ആ ഓർമ്മപ്പെടുത്തലില്ല. ഓർമ്മപ്പെടുത്തൽ മാത്രമേ നിങ്ങളുടെ ജോലിയുള്ളൂ. ഓനെ നന്നാക്കലില്ല, ഓനെ പിടിച്ചു വലിക്കലില്ല, നിർബന്ധിക്കലില്ല. നിർബന്ധിക്കാൻ പോകുന്നു വേണ്ട, പറഞ്ഞു കൊടുക്കുക. അത് അവർക്ക് ഉപകാരപ്പെടും. ചിന്തിക്കുന്നവരാണെങ്കിൽ അത് പ്രയോജനപ്പെടും. ദീനുൽ ഇസ്ലാമിൽ നിർബന്ധമായും തിരിച്ചു കൊണ്ടുവരേണ്ടുന്നത് ആരെയാണ്? മുർത്തത്തുകളെയാണ്. ദീനിൽ എന്തില്ല? ബലാത്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അതന്നെ എല്ലാവരും പറയുന്നത്. ബലാത്കാരമില്ല, നിർവചനത്തിൽ കൂട്ടിക്കൊണ്ടിരുത്തില്ല. എന്നാൽ അതാരെ? അസ്വലീയായ കാഫിറുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മജൂസികൾ, ജൂതന്മാര്, അവരോടൊന്നും നിർബന്ധമായി നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നേ പറ്റൂ എന്ന് പറയാനൊന്നും പോണ്ട.
അസ്ലിയായ കാഫിറിനോട് ഇക്റാഹില്ല. എന്നാൽ ഇക്റാഹ് ഉണ്ട് ആരോട്? നമ്മുടെ നാട്ടിലുള്ള മുശ്രിക്കീങ്ങളോട്. ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകുന്ന ചില കാര്യങ്ങൾ ചെയ്ത് മുർത്തദ്ദായി പോയ ആളുകളോട് നിർബന്ധമായും തിരിച്ചു വരാൻ ആവശ്യപ്പെടണം. അത് നമുക്ക് അധികാരമില്ലാത്തതുകൊണ്ട് നസീഹത്തിലൂടെ പറയും. ഭരണാധികാരിയാണെങ്കിലോ, ഇസ്ലാമിക ഭരണാധികാരിയാണെങ്കിൽ ഇപ്പം CM-നെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ടീംസ് ഉണ്ടല്ലോ, അവരെ വിളിപ്പിക്കും. എന്നിട്ട് പറയും 3 ദിവസം തരാം, തൗബ ചെയ്ത് തിരിച്ചു വന്നോളാം. അങ്ങനെ 3 ദിവസം ഇസ്തിതാബത്തിന് വേണ്ടി കൊടുക്കും, തൗബ ചെയ്യാൻ ആവശ്യപ്പെടും. 3 ദിവസത്തിൽ തൗബ ചെയ്തവർ മടങ്ങി വരുന്നില്ലെങ്കിൽ ജനമധ്യത്തിൽ വെച്ച് അവരുടെ തല വെട്ടി കൊന്നുകളയും. കാരണം അവർ മുർത്തദ്ദുകളാണ്. ഇല്ലാ ബിഹഖിൽ ഇസ്ലാം, ഹദീസിന്റെ വാക്ക്. ആരെയും കൊല്ലാൻ പാടില്ല, പക്ഷെ ഇല്ലാ ബിഹഖിൽ ഇസ്ലാം, ഇസ്ലാം ചില ആളുകളെ കൊല്ലാൻ ഹക്ക് നൽകുന്നുണ്ട്. ഭരണാധികാരിക്കാണ്, നമുക്ക് എല്ലാവർക്കും ഇല്ല, തെറ്റിദ്ധരിക്കാൻ പാടില്ല. ചിലപ്പോൾ ഇതിനെ വളച്ചൊടിക്കും. ഇസ്ലാമിക ഭരണാധികാരിക്കുള്ള നിയമമായി പറയുന്നു, ഇസ്ലാമിന്റെ നിയമം. എന്താണ് ഹക്ക്? അതിലൊന്ന് വിദ്ദത്താണ്. മുസ്ലിമായി ജീവിച്ച ഒരാളാണ്, അള്ളാഹുവിനെ മാത്രം വിളിച്ച് അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് സുന്നത്തനുസരിച്ച് മുഅ്മിനായി മുവഹിദായി ജീവിച്ചൊരുത്തൻ മുഹ്ദിൻ ശൈഖിനെ വിളിച്ചാൽ ഓനെന്തായി? മുർത്തദ്ദായി. ശിർക്ക് ചെയ്തതുകൊണ്ട് ഇസ്ലാം ഒന്ന് പുറത്തായി. ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഭരണാധികാരി അവനെ വിളിപ്പിക്കും, 3 ദിവസം കാലതാമസം കൊടുക്കും തൗബ ചെയ്യാൻ. എന്നിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വെട്ടിയിട്ട് കൊന്നുകളയും. അപ്പൊ ബലാത്കാരമില്ല എന്ന് പറയുന്ന അസ്ലിയായ കാഫിറിനോടാണ്. നമ്മൾ എന്തായാലും ഭരണമില്ലാത്തത് കൊണ്ടും നമുക്കതിൽ അവകാശമില്ലാത്തത് കൊണ്ടും നസീഹത്ത് നിർബന്ധമായി കൊടുത്തിരിക്കണം, ഉപദേശിച്ചിരിക്കണം. ഓനോനെ വൈക്കും പോയിക്കോട്ടെ, ഓനെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, അതൊരു മുസ്ലിമിന്റെ നിലപാടല്ല. അപ്പൊ നമ്മളെ വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഒക്കെയുള്ള ഓരോരുത്തരും നമ്മളിലൂടെ നബിദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട് അറിഞ്ഞിരിക്കണം. പറഞ്ഞു കണ്ടെടുക്കാൻ പാടില്ല. നമ്മളെ ബാധ്യതയാണത്, നമ്മളുടെ കടമയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച കായംകുളത്ത് പോയപ്പോ, കായംകുളം പറഞ്ഞു എന്നറിയില്ല, ഒരു പയ്യനുണ്ട് ഷമീർ, ഭാര്യയും 2-3 മക്കളൊക്കെ ഉണ്ടോ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂട്ടിയിട്ട് പോയി. ഓരെന്നോട് ഒരു മടി എന്നോട് പറയാം. അപ്പൊ എന്നോട് അനുവാദം ചോദിക്കാണ്, ഉസ്താദേ ഞാൻ എന്റെ ജ്യേഷ്ഠനെയും അനിയനെയും അവരുടെ ഭാര്യമാരൊക്കെ ഇങ്ങോട്ട് വിളിച്ചോട്ടെ, നിങ്ങൾ എന്തെങ്കിലും തൗഹീദ് പറഞ്ഞു കൊടുക്കൂ. ഇനി യാചിക്കുന്ന പോലെ എനിക്ക് ഭയങ്കര വിഷമമായി. ഇവിടെ ഭയങ്കര ആഗ്രഹം. ഒരു കിട്ടി നമ്മൾ പല കുത്തുപോയിട്ടിട്ടാണ്. ജോർഹുദന്റെ ഏതോ യൂട്യൂബ് ചാനൽ എഴുന്നോ കിട്ടി, ഓരോ കേട്ട് തുടങ്ങി. ഇപ്പൊ ഉപ്പാന്റെ മെയിൻ ആള് തൗഹീദ് കിട്ടി. അൽഹംദുലില്ലാഹ്. ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദ. ഓരോട് ഇങ്ങനെ വന്നിട്ട് ആവശ്യപ്പെട്ടു, അവനെ വിളിക്കും. ഓൻ ജ്യേഷ്ഠനെ വിളിച്ചു വരുത്തി. ജ്യേഷ്ഠന്റെ മുഖത്തൊന്നും തീരെ താല്പര്യമില്ല, നമുക്ക് കണ്ടറിയാലോ, തീരെ താല്പര്യമില്ല. പക്ഷെ ഇരുന്ന് പറഞ്ഞു കൊടുത്ത് ജ്യേഷ്ഠന് വേണ്ടി ഓൻ സംശയം ചോദിക്കും. കളവര് തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ടാവല്ലോ. അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ജ്യേഷ്ഠൻ ചിരിച്ചു തുടങ്ങി. നമ്മൾ അൽഹംദുലില്ലാഹ് ഖൈർ. ചിരിച്ചില്ലേ, മറിക്കോളും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് ഓന്റെ ആഗ്രഹം ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടുകാർക്ക് തൗഹീദും സുന്നത്തും കേൾപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ വീട്ടില് നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ജ്യേഷ്ഠാനുജന്മാരും അമ്മായിമാരും ഇളയപ്പ മൂത്തപ്പന്മാരും മൂത്തമ്മമാരും ഇവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അവരോട് പറയലാണ് ശരിക്കുള്ള ദഅവ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശരിക്കും സങ്കടം വന്നത് അവര് വിശ്വസിക്കാതിരുന്നപ്പോഴാണ്, സ്വന്തം രക്തബന്ധത്തിലുള്ള ആളുകൾ. അതുകൊണ്ട് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഹ്ലുസ് സുന്നത്തിന്റെ നിലപാട് നമ്മളിലൂടെ അവർ ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിരിക്കണം. എന്നിട്ട് അത് ചെയ്തു, നമുക്ക് ഒരു ടെൻഷനും വേണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ആഖിറത്തിൽ അല്ലാഹു റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തു. ചില പ്രവാചകന്മാർ വരുന്നു മഹ്ശറിലേക്ക്, കൂടെ ഒറ്റ ഒരാൾ, കൂടെ ഉള്ളത് ആകെ ഒരാള്. ഒരു നബിയുടെ ദഅവത്തിലൂടെ ആ നബിക്ക് കിട്ടിയതിനെ പറ്റിയാ പറയുന്നത്. ഒരാള്. വേറൊരു പ്രവാചകനെ കണ്ടു, കൂടെ 2 ആള്, ഇസ്നാൻ. വേറൊരു പ്രവാചകനെ കണ്ടു, മഅഹു റഹ്തുൻ, 1 മുതൽ 10 വരെയുള്ള ആളുകൾ, അയാൾ റഹ്ത് എന്ന് പറയാം, 8-9 ആള്. പ്രവാചകന്മാരുടെ ദഅവത്തിന്റെ ഫലം. പിന്നെ നമുക്ക് എന്തിനാണ് ടെൻഷൻ? അതുകൊണ്ട് നമ്മളിലൂടെ കേട്ടിരിക്കണം. ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒരു വോയിസ്, ഇതാണ് ഇന്ന് രാത്രി നാളെ പരിപാടി,
ഇതാണ് സംഗതി, അതുകൊണ്ട് ഒഴിവായിക്കോളി, അതാ നല്ലത്. എന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഞാൻ നിരപരാധിയാകുന്നു. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലും അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ദീനിന്റെ നിയമങ്ങളെയും പിൻപറ്റിക്കൊണ്ട് വന്നിട്ടുള്ള കൽപ്പനകൾ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ തബഈയായ മഅറൂഫായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നിർബന്ധമാണ് അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം, ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തറിയാ ഇതൊരു കാര്യമല്ല. അല്ലാതെ തന്നെ മുസ്ലിമുകൾക്ക് അറിയാം അങ്ങനെ ജീവിക്കേണ്ടത്. കാരണം ആ തരത്തിൽ ചെറുപ്പത്തിലേ കേട്ട് വളരുന്ന സംഗതിയാണ് അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ. ആരും അറിയാത്തൊന്നുമല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യഹ്ബബുകും അല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഇതൊന്നും അറിയാത്ത ആരുമില്ല. നബിയെ നിങ്ങൾ പറയൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അഥവാ ഒരടിമക്ക് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ അലാമത്ത് ഖുർആനിൽ പറയാൻ പോവാണ്. എന്തായിരിക്കും അതിന്റെ അടയാളം? ഫത്തബിഊനി ഐ ഇത്തിബാഉ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അടയാളം നിങ്ങൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നുണ്ടാകും. ഇത്തിബാ ഇല്ലെങ്കിൽ അതിനർത്ഥം അള്ളാഹനെ സ്നേഹിക്കുന്നില്ല എന്നാണ്. അള്ളാഹനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഇത്തിബാ ചെയ്യൂ, എങ്കിൽ യുഹിബ്ബുകും അല്ലാഹ്, തിരിച്ച് അല്ലാഹു നിങ്ങൾക്ക് മുഹബ്ബത്ത് തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, പാപങ്ങളും മാപ്പാക്കും. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു പറഞ്ഞു, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ ഖലീലൻ മാ തദക്കറൂൻ. ഇത്തബിഉ എന്താർത്ഥം? നിങ്ങൾ പിൻപറ്റൂ. മാ ഉൻസില ഇലൈക്കും, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിനെ, മിർ റബ്ബിക്കും, നിങ്ങളെ റബ്ബിൽ നിന്നും. അതായത് എന്താ സംഭവം? അൽ കിതാബു വൽ ഹിക്മ. ഒന്ന് ഖുർആൻ, പിന്നെ അതിന്റെ തഫ്സീറായ സുന്ന. ഇത് രണ്ടോ ഇറക്കി തന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അതാ ഇറക്കി തന്ന സാധനം. വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത്, മിൻ ദൂനിഹി, അവന് പുറമെ, ഔലിയാ, ചങ്ങാതിമാരെ, രക്ഷാധികാരികളെ, നിങ്ങളെ ആൾക്കാരെ. ഖലീലൻ മാ തദക്കറൂൻ, ഇത്ര ആൾക്കാരെ ചിന്തിക്കുന്നുള്ളൂ, ബാക്കിയുള്ള പുറത്താണ്. അതിന്റെ അർത്ഥം ഖലീലൻ മാ തദക്കറൂൻ, ചിന്തിക്കുന്നവര് വളരെ കുറച്ചാണ്. എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ എന്ത് തന്നുവോ അതിനെ മുറുകെ പിടിച്ച് ജീവിച്ചോ, അത് മനസ്സിലാക്കുന്നവർ നാട്ടില് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. ആ കുറച്ചു പേരിൽ ഞാനോ നിങ്ങളോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹി അൽദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹു പറയാണ്, അടിമകളെ പറ്റിയാ പറയുന്നത്, ഖലീലൻ, ചിന്തിക്കുന്നവരും ഈ കാര്യം സത്യം മനസ്സിലാക്കുന്നവരും കുറച്ചേ ഉണ്ടാവും. അതുകൊണ്ട് മഹാഭൂരിപക്ഷം അപ്പുറത്താണെന്ന് കണ്ടിട്ട് എന്ത് മനസ്സിലാക്കണ്ട, അത് ഹക്കാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഹക്കിന്റെ പരം കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. യുവജനാഘോഷ പരിപാടി ഏറ്റവും കുറച്ച് ആൾക്കാരെ ഇപ്പുറത്തുണ്ടാവുള്ളൂ, ബാക്കി മഹാഭൂരിപക്ഷവും ആഘോഷിക്കുന്നുണ്ടാവും. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണ്ട, അത് ശരിയാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകണ്ട. സൂറത്തുൽ അഅറാഫ്. അതേപോലെ സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമൻ ഫത്തബിഉ. ബാക്കി വലാ തത്തബിഉ السبل. പഠിച്ചു നോക്കുന്ന സമയം നിങ്ങൾ തമ്മിൽ പോകുന്ന പാർട്ടിയല്ല പറഞ്ഞുകൊണ്ടേ. ولا تتبعوا السبل فتفرق بكم عن سبيله. കൃത്യമായിട്ട് അല്ലാഹു പറഞ്ഞു, وأن هذا صراطي مستقيما, ഇതാണ് എന്റെ മുസ്തഖീമായ വഴി, അതിനെ പുറകെ പിടിച്ചോണം, അതിനെ പിൻപറ്റിക്കോണം. ولا تتبعوا السبل, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴികളെ നിങ്ങൾ പിൻപറ്റരുത്. അതിലേക്ക് പോയാൽ ഫതഫറഖ ബികും അൻ സബീലി, ഈ വഴിയിൽ നിന്നും അത് നിങ്ങളെ തള്ളി പുറത്തേക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വല വരച്ചു, പറഞ്ഞു ഇതാണ് സിറാത്തുൽ മുസ്തഖീം, അതിലെ പോയിക്കോളാം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വല വരച്ചു. അത് പറഞ്ഞു ഇതാണ് സുബുലുകൾ. അല്ലാഹു പറഞ്ഞ
സുബുലുകൾ, മറ്റു വഴികൾ. ഓരോ വഴിയിലും ശൈത്താന്മാരുണ്ട്. യദ്ഊഹും ഇലൈ, ആ വഴിയിലേക്ക് വിളിച്ചുകൊണ്ട് ഓരോ വഴിയിലും പ്രാസംഗികന്മാരും ഉസ്താദന്മാരും ശൈഖന്മാരും മൗലാനമാരും ഉണ്ടാവും. അവിടെ ഒറ്റ വഴി അതിന് മുറുകെ പിടിച്ചോളാം. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ അല്ലാഹു പറഞ്ഞ വഴിക്ക് സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇന്ന അസ്ദഖൽ ഹദീസി കിതാബുല്ലാഹ്, നിങ്ങളോട് ഏറ്റവും അധികം ഏറ്റവും നല്ല സത്യം പറയുന്ന ഒരു ഗ്രന്ഥമേ ഉള്ളൂ, അത് ഖുർആനാണ്. ആ സത്യം പറയുന്ന ഖുർആൻ അറിയില്ലെങ്കിൽ ആ സത്യം കിട്ടൂല. മുസ്ലിം ഉമ്മത്ത് ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം തന്നെ 100 കൊല്ലം, ഒരു നൂറ്റാണ്ട് തികക്കുമ്പോഴും 100-ൽ 90 പേരും ഖുർആൻ ഇതുവരെ പഠിച്ചു തീർന്നിട്ടില്ല. ഖുർആൻ പഠിച്ച് തീരൂല, എന്നാലും അതിന്റെ ഒരു കരയിലെങ്കിലും ഒരു വക്കത്തെങ്കിലും കയറി നിന്നിട്ടില്ല. നമുക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഓതുന്ന കാര്യത്തിലായാലും മാന പഠിക്കുന്ന കാര്യത്തിലായാലും തഫ്സീർ പഠിക്കുന്ന കാര്യത്തിലായാലും ഇപ്പോഴും വളരെ പിന്നിലാണ്. നമ്മുടെ നാട്ടുകാരെ നോക്കണ്ട, നമ്മളെ പറ്റി ചിന്തിച്ചാൽ എത്ര സൂറത്ത് അറിയാം. ഇപ്പോഴും സുന്നത്ത് നിസ്കരിക്കുമ്പം ഈ പ്രസംഗിക്കുന്ന എനിക്കടക്കം ഫാത്തിഹ കഴിഞ്ഞാൽ എന്തേ വരും? ട്രെയിൻ വരാനായിട്ടുണ്ടെങ്കിൽ അതിനോട് ചെറുതില്ലാത്തതുകൊണ്ട് അതിൽ നിന്നൊരു മാറ്റം ഇതുവരെ വന്നില്ല, മാറുന്നില്ല. അത് അപകടമാണ്, സത്യത്തിൽ അപകടമാണ്. ഇന്ന അസ്ദഖൽ ഹദീസ് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനാണ്. പിന്നെയോ വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തഹാവിയുടെ അഖീദത്തു തഹാവിയുടെ ശറഹിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. തൗഹീദ് രണ്ടെണ്ണമുണ്ട്. ഒന്ന്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് വേണ്ടി അയച്ചു തന്ന മുർസിലായ അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിലുള്ള തൗഹീദ്, റുബൂബിയ്യത്തിലും ഉലൂഹിയ്യത്തിലും അസ്മാഉ വസിഫാത്തിലും അയ്ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. രണ്ടാമത്തേത്, അങ്ങനെ അവൻ നമുക്ക് അയച്ചു തന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി മാത്രമാണ് എന്റെ വിജയത്തിന്റെ വഴി, അതിലുള്ള തൗഹീദ്. അയ്ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് തൗഹീദിലും ഷഹാദ കൊടുക്കണം. എന്റെ ഇലാഹ് അല്ലാഹു മാത്രമാണ്, എന്റെ മത്ബൂഅ എന്ന് പറഞ്ഞാൽ പിൻപറ്റപ്പെടേണ്ടവർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്, അതിലും തൗഹീദ് ഉണ്ട്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത് വഖൈറുൽ ഹദി ഹദി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി. റസൂലുള്ളാഹിന്റെ ഹദീസിൽ വേറെ ആരും പറഞ്ഞില്ല, കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് മുഹ്ദസാതുഹാ, പിന്നീട് പുനരല്ല, എന്താ പുനർനിർമ്മിക്കുന്നതിനെ പിന്നീട് ഉണ്ടാക്കലല്ലേ, കൂട്ടിച്ചേർക്കപ്പെട്ടത്, പുതുതായിട്ടുണ്ടാക്കപ്പെട്ടത്. ഹദസ എന്ന് പറഞ്ഞാൽ ഇല്ലാതെ ഒന്നിനുണ്ടാക്കുക, അതാണ് ഹദസ. പുതുതായിട്ട് നിർമ്മിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ഷർറുൽ കാര്യങ്ങളിൽ ഏറ്റവും മോശമായത്. ഈ പുതുതായി നിർമ്മിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തിന് പുതുതായിട്ട്? 3 നൂറ്റാണ്ട് 300 വർഷത്തിന് 3 നൂറ്റാണ്ടിന് ഇപ്പുറത്ത്. അത് മനസ്സിലാക്കണേ. ഷർറുൽ എന്ന് പറഞ്ഞാൽ ഒന്ന് റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടം, സഹാബത്തിന്റെ, പിന്നെ താബിഈൻ, തബഉ താബിഈൻ, ഇവരുടെ കാലത്ത് ഇല്ലാതിരുന്ന എന്നാൽ പിന്നീട് ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും മോശമായ കാര്യം. وقال صلى الله عليه وسلم, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, من احدث في امرنا هذا ما ليس منه فهو رد. من احدث, ആരെങ്കിലും പുതുതായിട്ടുണ്ടാക്കിയാൽ, എന്തിൽ? കപ്പുണ്ടാക്കിയാന്നല്ല, ഈ സാധനം ഉണ്ടാക്കിയാന്നല്ല, മൊബൈൽ ഉണ്ടാക്കിയാന്നല്ല, വലിയ 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 മൂലന്മാരെ പോലെ വിദേഹത്ത് പറഞ്ഞിട്ട് ഉദാഹരണം പറയുന്നു, പൊട്ടന്മാരെ പോലെ. ഇപ്പൊ മൈക്കില്ല, ഇപ്പൊ സ്പീക്കർ ഇല്ല, ഇപ്പൊ കാറില്ലേ, വലിയ വലിയ ഉത്സാഹമാര് പറയുന്നത്. പേരോട് സഖാഫിന്റെ എനിക്ക് മറുപടി പറഞ്ഞിട്ട് അറിഞ്ഞില്ല. അപ്പൊ അവരുടെ ഒരു റേഞ്ച് മനസ്സിലായില്ലേ? എന്നെ പോലത്തെ അതിനുള്ള അയാളെ പോലത്തെ മറുപടി പറയണമെങ്കിൽ എന്തായിരിക്കും അവരുടെ കഥ? അതിട്ടുണ്ടാവില്ല. വലിയ വലിയ ആൾക്കാർ വിചാരത്തിന്റെ ഉദാഹരണം പറയുന്നത് അങ്ങനെയാണ്, അങ്ങനെയില്ല, ഇങ്ങനെയില്ല, അങ്ങനെ. നിങ്ങൾക്ക് പല ഉണ്ടാക്കാൻ പറ്റുമോ? മണ്ണിന്റെ കൂടെ ഉണ്ടാക്കണ്ടേ? പിന്നെ പള്ളിക്ക് വിചാരം കെട്ടാൻ പറ്റുമോ? സുഖാന പള്ളിക്ക് വിചാരം ഉണ്ടായിരുന്നു. അതല്ല
ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അഹ്ദസ, ആരെങ്കിലും പുതുതായിട്ടുണ്ടാക്കിയാൽ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ ഫീ ദീനിൽ ഇസ്ലാം, ദുനിയാവിൽ ഉണ്ടാക്കിയതല്ല, അതിലുണ്ടാവും. അല്ലാഹു പറഞ്ഞില്ലേ, വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത പലതും ഇനിയും അല്ലാഹു സൃഷ്ടിക്കാൻ പോവാണ്. ദുനിയാവിൽ അങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കും. അതിനെ പറ്റിയല്ല ഈ ചർച്ച. നമ്മുടെ ഈ ദീനിൽ ആരെങ്കിലും പുതുതായിട്ടുണ്ടാക്കിയാൽ അതുണ്ടാക്കിയിടത്തേക്ക് തള്ളപ്പെടും, മർദൂദ്, അത് സ്വീകരിക്കാൻ പറ്റൂല. റവാഹുൽ ബുഖാരി വമുസ്ലിം. വഫീ റിവായത്തിൽ ലിമുസ്ലിം, ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ഇങ്ങനെ കൂടി റിവായത്തുണ്ട്, മൻ അമില അമലൻ, ആദ്യം ബിദ്അത്ത് ഉണ്ടാക്കുന്നവനെ പറ്റി പറഞ്ഞു, ഇനി ഉണ്ടാക്കപ്പെട്ട ബിദ്അത്ത് ചെയ്യുന്നവനെ പറ്റി പറയാം. മൻ അമി, ഇതുപോലെ ഇന്ന് നബിദിനം ആഘോഷിക്കുന്ന ടീംസിനെ പോലെ, അതുണ്ടാക്കിയതല്ല, അത് മുമ്പുണ്ടാക്കിയ സാധനമാണ്, ഇപ്പൊ അവർ ചെയ്യുന്നതാണ്. മൻ അമില, ആരെങ്കിലും ചെയ്ത, പ്രവർത്തിച്ചാൽ, അമലൻ, ഒരു പ്രവൃത്തി, എങ്ങനത്തെ പ്രവൃത്തി, ലൈസ അലൈഹി, ആ പ്രവൃത്തിയുടെ മേലില്ല, അംറുന, അല്ലാഹുവിന്റെ റസൂലിന്റെ അധികാരത്തിന്റെ വാക്ക്, അംറുന, നമ്മുടെ കൽപ്പന, നമ്മുടെ കയ്യൊപ്പ്, എന്റെ അംഗീകാരം അതില്ലെങ്കിൽ അതാണ് അർത്ഥം. ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. സഖാഫിയോ പൈസയോ മദനിയോ അവിടെ ഇത് മനസ്സിലാക്കാൻ സാധാ സീത മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ലല്ലേ. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യൊപ്പില്ലാത്ത, റസൂലിന്റെ കയ്യൊപ്പുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാവും, ഒരു സംശയ വിഷയത്തിന് വേണ്ട. മദീനത്തെ മിമ്പറിന്റെ മോളിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്ലിസ് യാ ഫുലാൻ, മനുഷ്യ ഇരിക്ക്. പള്ളിയിലുള്ള ആരോടോ പറഞ്ഞതാ, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു നടന്നു വരുന്നുണ്ട്, വഴിയിൽ നിന്ന് കേട്ടു, ഫജലസ്, ആടുത്തണ്ടി, ആരോടോ പറഞ്ഞത്. പ്രസംഗ ഖുതുബയ്ക്ക് ശേഷം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അടുത്തുപോയി, കണ്ണു കാണൂല, ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ കൽപ്പന കേട്ടതിന് ശേഷം എന്റെ ഒരു ചുവട്ടടി മുന്നോട്ട് വെക്കാൻ എനിക്ക് സാധ്യമാവില്ല, അതുകൊണ്ടായത് അല്ലാഹു റസൂൽ ദുആ ചെയ്തു, നിന്റെ അനുസരണയെ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അങ്ങനത്തെ ഒരു സഹാബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംറുണ്ടെങ്കിൽ ഒരിക്കലും ഒഴിവാക്കില്ല. അതുകൊണ്ട് പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനാന്ന് വെച്ചാൽ, റബീഉൽ അവ്വൽ മാസത്തെ കേന്ദ്രീകരിച്ച് ഈ 1 തൊട്ട് 12 വരെയുള്ള ദിവസങ്ങളിൽ ഇന്ന് കാസർഗോഡ് നമ്മൾ 2-3 ദിവസങ്ങളായി കണ്ടുവരുന്ന, നാളെ പ്രതികൂലമാകാൻ പോകുന്ന സംഗതികളുടെ സത്യാവസ്ഥ എന്താ? സത്യാവസ്ഥ മീൻസ് അഹ്ലുസ് സുന്നah വൽ ജമാഅയുടെ നിലപാട് ആ വിഷയത്തിൽ എന്താ? ഉലമാക്കൾ പറഞ്ഞു, അൻവാഉൽ ഇഹ്തിഫാൽ ബിൽ മൗലിദ് നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷ പരിപാടി ആഘോഷിക്കുന്നത് പല രീതിയിലാണ്, പല തരത്തിലാണ്. അതിലൊന്ന്, فمنهم من يجعله مجرد اجتماع تقرأ فيه قصة المولد. ചില ആളുകൾ ആ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട കഥകൾ മാത്രം വായിക്കാൻ വേണ്ടി ഒന്നൊരുമിച്ചു കൂടും, വേറെ പരിപാടിയൊന്നുമില്ല. ഔ തുഖദ്ദമു ഫീഹി ഖുതബുൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സദസ്സുണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എന്ത് ചെയ്യും, പ്രസംഗിക്കും. ചില ഖതീബുമാർ വന്ന് പ്രാസംഗികന്മാർ വന്ന് പ്രസംഗിക്കും. വഖസായിദു, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ചില ആളുകൾ വന്നിട്ട് പദ്യം, പാട്ട്, കവിതകൾ ആ വിഷയത്തിൽ പറയും. ഫി ഹാദിഹിൽ മുനാസബ, ഈ ദിവസത്തോട് ചേർന്നിട്ടുള്ള പാട്ടുകൾ പാടും. ഇതാണ് ഒരു രീതി. വമിൻഹും, എന്നാൽ മറ്റു ചിലർ യസ്നഉ തആമ വൽ ഹൽവ വഗൈറ ദാലിക, ഭക്ഷണവും പായസവും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ ഉണ്ടാക്കും ആ ദിവസം. വയുഖദ്ദിമുഹു ലിമൻ ഹദർ, അങ്ങനെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, തിന്നാനും കൊടുക്കും. രണ്ടാമത്തെ, ആദ്യത്തെ ടീമിൽ എന്തില്ല, ചീരണിയില്ല. രണ്ടാമത്തെ എന്തുണ്ട്, പരിപാടിയുണ്ട്. ചീരണിണ്ടാണ് മീൻ പിടിക്കുന്ന വള്ളിയില്ലേ, ചീരണിയുണ്ട്. വമിൻഹും, മറ്റു ചിലർ മയുഖീമുഹു ഫിൽ മസാജിദ്, പള്ളികളിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുക. വമിൻഹും മയുഖീമുഹു ഫിൽ ബുയൂത്ത്, വീടുകളിൽ സംഘടിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. വമിൻഹും മൻ ലാ യഖ്തസിറു അലാ മാ ദക്കർ, ചില ആളുകൾ നമ്മൾ ഇപ്പൊ പറഞ്ഞതല്ലാതെ വേറെ ഓവറായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യും, ഫയജ്അലു ഹാദൽ ഇജ്തിമാഅ, ഈ ഒരുമിച്ച് കൂടലിനെ അവരാക്കി തീർക്കും, മുസ്തമിലൻ അലാ മുഹറമാത്തിൻ വമുൻകറാത്തിൻ, ഹറാമാക്കപ്പെട്ട വെറുക്കപ്പെട്ട
പല സംഗതികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമാക്കി മാറ്റും. ഇതുപോലെ ആണും പെണ്ണും കൂടിക്കലരുന്ന പോലെ പേർപ്പുറത്ത് ഇങ്ങോട്ട് വരുമ്പോ അല്ലെങ്കിൽ പൂച്ചക്കാട് ഇങ്ങോട്ട് വരുമ്പോ ഉള്ള ഒരു വലിയ വണ്ടിയില്ലേ, ഇങ്ങോട്ട് വരുമ്പോ റൈറ്റ് കത്തറാശിക്കാരന്റെ വണ്ടി അങ്ങനത്തെ പറയുന്നെങ്കിലും കളനാട് ആണും പെണ്ണും മക്കളും എല്ലാം ഒരുമിച്ചിട്ടാണ്. വൈകുന്നേരം ചീട്ട് കൊടുക്കുന്നുണ്ടെന്ന് പരിപാടി ഉണ്ട്. അതാ പറഞ്ഞു ജുമാക്ക് പോയാലോ ഷെൽഫി പള്ളിയിൽ വിചാരം നടക്കുന്നുണ്ടെന്നാണ് മോലാമർ പ്രസംഗത്തിന് സംസ്കാരമില്ലാത്ത ടീം. അപ്പൊ ഇവിടെ ഇഖ്തിലാത്തൊന്നും പ്രശ്നമില്ല. അതാണ് മുഹറമ. അവിടെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ലേ, മാതല്ല അവിടെ വിചാരം ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. അവര് പറഞ്ഞത് എടുത്ത് പറഞ്ഞത് മാത്രം. മുലാമാർക്ക് അത്ര കിട്ടിയാൽ മതി. പിന്നെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു നോക്കിയിട്ട് വലിയ പ്രശ്നമാക്കും ആവശ്യമില്ലാണ്. പിന്നെ അതേപോലെ ഡപ്പാങ്കൂത്ത് അറിയില്ല. ഇത് മൊലാക്കിന്റെ എല്ലാവരും ഇങ്ങക്കൊന്നും അല്ലാതെ ആൾക്കാരാണ്. ഇപ്പൊ നമ്മൾ വരുമ്പോ ഇവിടെ ഇല്ലേ തൃക്കണ്ണാണ് അതിന്റെ പേര്. അവിടെ ഏതാ മുക്കോമാർ തുള്ളുന്നു, ഓണത്തിന്റെ തുള്ളല്. ആ തുള്ളൽ നേരെ നാളിങ്ങോട്ട് വരും. അതേ തുള്ളല് മേൽപ്പറമ്പിൽ ഉണ്ടാവും മിക്കവാറും. കാലങ്കാട് എന്തായാലും ഉണ്ടാവും റോഡ് സൈഡില് സ്പീക്കർ വെച്ചിട്ട്. അതാണ് പാട്ട്, കൊല്ലം ഷാഫിന്റെ പാട്ട്, പിന്നെ വടകര താജുദ്ദീന്റെ പാട്ട്, പിന്നെ അതാ കണ്ണൂർ സലീമ. പണ്ട് കണ്ണൂർ സലീം ഇതിന്റെ മെയിൻ ആണ് അന്ന്. അത് ഡബ്സി വരും, യോയോ എല്ലാം വന്നുകൂടെയില്ല. കാരണം ഇപ്പം ഓണവും ഇതും കൂടി ഒരുമിച്ചാ പല സ്ഥലത്തും ആഘോഷം. അപ്പൊ രണ്ടും മിക്സ് ആകുമ്പോ എന്തായാലും ഡബ്സിയും പിന്നെ അവന്റെ കുറെ ഉണ്ടല്ല എല്ലാം വരും. നമുക്ക് തമാശ, പക്ഷേ ഡേഞ്ചറാണ്. ഇതുണ്ടാവും. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ശിർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലരും ആ സമ്മേളനത്തിൽ അവർ ചെല്ലും. ഇതുപോലെ വിളിക്കുന്ന ശത്രുക്കൾക്കെതിരെ നബിയോട് സഹായം തേടുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ശിർക്കായിട്ടുള്ള കാര്യങ്ങളും ചില ആളുകൾ ചെയ്യും. അങ്ങനെ പലതരത്തിലാണ് ഇതെല്ലാം ആഘോഷിക്കപ്പെടുന്നത്. എന്നാൽ ഈ പറയപ്പെട്ട എല്ലാ രൂപങ്ങളും അതിന്റെ കോലം വ്യത്യസ്തമാണെങ്കിലും അത് ചെയ്യുന്നവന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വേറെയാണെങ്കിലും, കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാർ കൂലി കിട്ടാൻ ചെയ്യുന്നവരുണ്ടാവും. ഈ കാലങ്ങാടുകളുടെ യൂത്ത് പിള്ളേർ എന്തിനാ ചെയ്യുന്നത്? ഒരു രസം. അന്ന് UAE പോലീസിന്റെ ഇത് യൂണിഫോം, പിന്നെ അമേരിക്കൻ പോലീസിന്റെ യൂണിഫോം, കേരള പോലീസിന്റെ ഇടൂല, ഇട്ടിട്ടുണ്ടോ കേസായിട്ട് മുമ്പ് മിലിറ്ററിക്കാരുടെ യൂണിഫോം, ഒരു കൂളിംഗ് ഗ്ലാസ് എല്ലാം വെച്ച് ഇങ്ങനെ. ഇപ്പൊ താറിന്റെ മറ്റു പുതിയെല്ലാം വന്നല്ലോ, അതെല്ലാം ഒന്ന് ചമയിച്ച് വെച്ച് നിർത്തിയിട്ട് ഒരു രസത്തിൽ എന്ത് നീയത്തോടെ ഏത് രീതിയിലാ ചെയ്യുന്നതെങ്കിലും ഇതെല്ലാം ഒരു സംശയവും വേണ്ട, അന്നഹു ബിദ്അത്തുൻ മുഹറമ, ഹറാമാക്കപ്പെട്ട ബിദ്അത്താണ്. മുഹ്ദസത്തുൻ, പുതുതായി നിർമ്മിക്കപ്പെട്ട സംഗതിയാണ്. ആര് നിർമ്മിച്ചു? അഹ്ദസഹാ, ഈ പറയുന്ന പരിപാടികൾ ഇന്ന് കുറവാണ്. മീലാദുൻ നബിയിൽ ഇന്ന് നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാമുകൾ ഇന്ന് കുറവാണ്. ഉണ്ടാക്കിയവരത് വായിക്കാം. അഹ്ദസഹാ, അത് നിർമ്മിച്ചിരിക്കുന്നത് അശ്ശിഅ അൽ ഫാത്തിമിയ്യൂൻ, ഫാത്തിമികൾ എന്ന് പറയപ്പെട്ട ഷീഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഷിയാക്കളാരാ? അഹ്ലുസുന്ന വൽ ജമാഅ. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന ടീം അവർക്ക് ഈ പരിപാടി പഠിപ്പിച്ചു കൊടുത്തതാരാ? അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് വളരെ ആ തുടക്കത്തിൽ തന്നെ പുറത്താക്കപ്പെട്ട ദലാലത്തിന്റെ ആളുകളായ ഷീഇകൾ, വഴികേടിന്റെ ആളുകൾ. ജൂതന്റെ പുത്രൻ, അതാണ് ഷീഇ, ജൂതന്റെ മോൻ. ഈ ജൂതന്റെ മോൻ ഉണ്ടാക്കി കൊടുത്തതിനെ കടമെടുത്തിട്ടാണ് എന്ത് പ്രസംഗിക്കുന്നത്? ഇത് അഹ്ലുസുന്ന വൽ ജമാഅയാണ്. ഖലീലമ്മാ തദക്കറൂൻ, ബുദ്ധി കുറവാണ്. എപ്പോൾ ഉണ്ടാക്കി? ബഅദൽ ഖുറൂനി സലാസത്തിൽ മുഫദ്ദല, ശ്രേഷ്ഠമാക്കപ്പെട്ട ഉത്തമമായ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം.
അവർ പറയുന്നു ജന്മദിനാഘോഷ പരിപാടി എന്താണെന്ന് കൂലി കിട്ടുന്ന കേസാണ്. എന്നിട്ട് അവരെന്നെ എന്തും പറയുന്നു, അതുണ്ടായത് എപ്പോഴാണ്? 300 കൊല്ലത്തിന് ശേഷം ഉണ്ടായതാണ്. ഇതെങ്ങനെയാ പോയി എന്ത് പറയും? എന്തതിന് ഉദാഹരണം പറയാം? അരിയത്ത് എന്തു ചോദിക്കില്ല, അരിയത്ര ഇത് സുന്നത്താണോ? പുണ്യകർമ്മമാണോ? പുണ്യകർമ്മമാണ്. ഇത് എപ്പോഴുണ്ടായതാ? അത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. പിന്നെ അതെങ്ങനെ പുണ്യകർമ്മാവുക? അതെന്നെ പറയും ചെയ്തു, അതെന്നെ ബാധിക്കുകയും ചെയ്തു. നബിദിനെ കഴിക്കാൻ സൂറത്ത് യൂനുസിന്റെ അപ്പൊ എന്തിനുണ്ടാക്കപ്പെട്ടു? ഉത്തമമായ 3 നൂറ്റാണ്ടിന് ശേഷം എന്തിനുണ്ടാക്കപ്പെട്ടു? മുസ്ലിമീങ്ങളുടെ ദീൻ ഫസാദാക്കി കളയാൻ. എന്തുകൊണ്ടാണെന്നറിയോ? ഇസ്ലാമിനെ ഒരു ചുക്കും ചെയ്യാൻ ലോകത്ത് ഒരുത്തനും പറ്റില്ല, ഒരു മാനവനും പറ്റില്ല. ഇസ്ലാമിനെ തോട്ടാൻ കഴിയില്ല. അത് ലോകാടിസ്ഥാനത്തിലായാലും നമ്മുടെ രാജ്യത്തായാലും നമ്മുടെ നാട്ടിലായാലും എവിടെയായാലും അത് ജൂതന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഖിയാമത്ത് നാൾ വരെ നെഞ്ചും പിരിച്ച് ഇസ്ലാം നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ ജൂതനറിയാം, മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ പറ്റില്ല. അകറ്റാൻ അനിസ്ലാമികമായ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് ഇസ്ലാമിൽ പറയപ്പെട്ടിരിക്കുന്ന ചില സംഗതികളെ സബബാക്കി മറ്റു പലതിനെയും കൊണ്ടുവരിക. അതിനെ സെലക്ട് ചെയ്തതാണ് മുഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുസ്ലിമീങ്ങൾക്കുള്ള മുഹബ്ബത്ത് അവർക്കറിയാം. ആ മുഹബ്ബത്തിനെ അവർ എന്ത് ചെയ്തു? ചൂഷണം ചെയ്തു. അത് വെച്ചിട്ട് അവർ ഇസ്ലാമിൽ നിന്ന് മുസ്ലിമീങ്ങളെ ഫസാദാക്കാൻ ഉണ്ടാക്കി തീർത്തതാണ് ഈ പറയപ്പെട്ട പരിപാടികൾ. ഈ ഫാത്തിമിയ ഷിയാക്കൾക്ക് ശേഷം ആദ്യമായി അതിനെ പുറത്തു കൊണ്ടുവന്നത് അൽ മലിക്കുൽ മുദഫർ അബൂ സഈദുൽ കൂകബൂരി എന്ന് പറയുന്ന ആ രാജാവാണ്. മലിക് ഇർബൽ ഭരിച്ച രാജാവ്. ഫി ആഖിരിൽ ഖർനി സാദിസ്, 6-ാം നൂറ്റാണ്ടിന്റെ അവസാനം എന്ന് പറയുന്നത് ഹിജറ 600ന്റെ അവസാനം. അവ്വലു ഖർനി സാബിഇൽ ഹിജ്രി, ഹിജറ 7-ാം നൂറ്റാണ്ടിന്റെ ഹിജറ 700ന്റെ തുടക്കത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം 700 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാക്കപ്പെട്ടതിനെയാണ് ആര് കാണിച്ചു എന്ന് പറയുന്നത്? റസൂലുള്ളാഹിന്റെ സുന്നത്ത് എന്ന് പറയുന്നത്. 700 കൊല്ലത്തിന് ശേഷം. അത് ഈ ഷിയാക്കൾ ഉണ്ടാക്കിയത് 300 കൊല്ലത്തിന് ശേഷം ഷിയാക്കൾ ഉണ്ടാക്കി. അതങ്ങനെ പോയി. അതിനുശേഷം പിന്നെ ഇർബൽ ഭരിച്ച മലിക് മുദഫർ വന്നിട്ട് അതിനെന്ത് ചെയ്തു? പൊടിതട്ടിയിട്ട് പുറത്തേക്ക് എടുത്തു. 700 കൊല്ലം മുമ്പ്, 700 കൊല്ലത്തിന് ശേഷം. ചരിത്ര പണ്ഡിതന്മാര് പറഞ്ഞ പോലെ. അപ്പൊ അതിന്റെ തുടക്കം മനസ്സിലായി. എവിടെ ഇല്ല? റസൂലുള്ളാഹിന്റെ കാലത്തില്ല, സഹാബാക്കളുടെ കാലത്തില്ല, താബിഈങ്ങളിലുമില്ല, താബിഈങ്ങളിലുമില്ല. ഇതിൽ 300ന് ശേഷം ഉണ്ടായതാണ്. അത് തന്നെ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. പിന്നീട് ഹിജറ 700ന്റെ തുടക്കത്തോടു കൂടി ഇർബൽ ഭരിച്ച മുദഫർ രാജാവാണ്. നല്ല എന്തായാലും പറയാ, വിപുലമായി കൊണ്ടാടിയത് ഈ പറഞ്ഞ ഷീഈ രാജാവാണ്. വഖാല അബൂ ശാമ, ഇമാം അബൂ ശാമ പറയുന്നു, ശ്രദ്ധിച്ചോട്ടോ, വകാന അവ്വലു മൻ ഫഅല ദാലിക ബിൽ മൂസിൽ. മൂസിൽ എന്ന് പറയുന്ന രാജ്യത്ത് ഇത് ആദ്യമായി ചെയ്ത ആള് അശ്ശൈഖു ഉമർ ബിൻ മുഹമ്മദുൽ മുല്ല. ഉമർ ബിൻ മുഹമ്മദുൽ മുല്ല എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ്. അഹദുസ് സാലിഹീൻ അൽ മശ്ഹൂരീൻ, ആ കാലത്തെ അറിയപ്പെട്ട പ്രസിദ്ധനായ ഒരു മനുഷ്യനാണ്. വബിഹി ഇഖ്തദാ ഫീ ദാലിക സാഹിബു ഇർബൽ വഗൈറുഹു. അയാൾ അത് കണ്ടിട്ടാണ്, അതിൽ നിന്ന് പ്രചോദനം കിട്ടിയിട്ടാണ് ഇർബലിന്റെ രാജാവും ബാക്കിയുള്ളവരും ഈ മൗലിദാഘോഷ പരിപാടി, മീലാദ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. അപ്പൊ ഇസ്ലാമിന്റെ അസ്ലുമായി ബന്ധമില്ല എന്നുറപ്പായി. ഇസ്ലാമിന്റെ അസ്ൽ എന്ന് പറഞ്ഞാൽ ആ 300 കൊല്ലമാണ്. ഖൈറുൽ ഖുറൂനി ഖർനി ثم الذين يلونهم ثم الذين يلون. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതിന്റെ തുടക്കത്തിൽ. قال الحافظ ابن كثير في البداية والنهاية. ഇബ്നു കസീറിനെ കേട്ടിട്ടുണ്ടോ? കേട്ടിരിക്കണം. ആരെ ശിഷ്യനാണ്? നല്ല ഉസ്താദാണ്. പറയുന്നത് കേട്ടോളൂ. ഉസ്താദിനെ പോലെ ആരുണ്ടാവുള്ളൂ? ശിഷ്യന്മാരുണ്ടാവുള്ളൂ.
അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ ഖുറാഫികൾക്ക് ഒരു ഇതുണ്ട്. ഇന്നലെ ആലോചിച്ചതായതുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിന്റെ. പക്ഷെ ആ ഇബ്നു കസീറിനെ എങ്ങാനും വിട്ടുപോയാലോ ഇതൊന്നും എടുക്കാനും പറ്റൂല. കാരണം ഖുർആന്റെ തഫ്സീറായാലും ചരിത്രമായാലും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അഗ്രഗണ്യനാണ്. അദ്ദേഹം പറയാണ് ഫീ തർജിമത്തി അബീ സഈദ് അൽ-കസ്കബൂരി എന്ന് പറയുന്ന അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയാണ് ബിദായത്ത് വനിഹായ വകാന യഅമലു അൽ-മൗലിദ് അൽ-ശരീഫ ഫീ റബീഉൽ അവ്വൽ. മൗലിദ് ശരീഫ് കൊണ്ടാടുമായിരുന്നു റബീഉൽ അവ്വലിൽ. വയഹ്തഫിലു ബി അലി ഇബ്നഫറജ വയഹ്തഫിലു ബിഹി ഇഹ്തിഫാലൻ ഹായില. ചെറിയ പരിപാടിയൊന്നുമല്ല, നല്ല വമ്പിച്ച ആഘോഷ പരിപാടികൾ ഉണ്ടാവും. ഇലാ അൻ ഖാൽ, ഏതുവരെ പറഞ്ഞു അറിയോ? ഖാലൽ ബിസ്തു പറയുകയാണ് ഹുക്കിയ അല്ലെങ്കിൽ ഹക്ക ബഅദു മൻ ഹദറ സമാഅത്ത് ശരീഫ്. മുദഫറിന്റെ ഈ നബിദിനാഘോഷ പരിപാടിയിൽ നേർക്ക് നേരെ പങ്കെടുത്ത ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് കാന യമുദ്ദു ഫീ ദാലിക അസ്സിമാതി 5000 റഅസ് മശ്വി. ആഘോഷ പരിപാടിയിൽ എത്ര പോത്തിൽ നടക്കും? മൈപ്പൂരിൽ 5 പോത്തിനെ കറക്കും. മുദഫർ രാജാവ് 5000 ആട്ടിന്റെ തലയാണ് പൊരിച്ചു വെച്ചത്. അപ്പൊ ഇതിനേക്കാളും അതാ പറഞ്ഞു ഇതിനേക്കാളും വലിയ ടോപ്പ് ഉണ്ടായിരുന്നു. 5000 ആട്ടിന്റെ തല പൊരിച്ചു വെക്കും. ശവായ എത്ര ഉണ്ടാവും? 10,000 കോഴിനെ ചുട്ടിട്ട് വെക്കും. പിന്നെ ആള് കൂടാണ് അന്ന് ആടാണ് മെയിൻ. അവിടെ നമ്മൾ ഈ പറയുന്ന ആട് ആടന്നെ അവരുടെ ഒരു വിശിഷ്ട ഭക്ഷണം, ആ കാലത്തുള്ള അറബികളുടെ ഭക്ഷണം, അത് 100,000 1,00,000 100,000 1,00,000 ഉണ്ടാക്കി വെക്കും. 30 സഹ്റിൻ ഹൽവ. എത്ര തളക ബിരിയാണി വെക്കല് ഇവിടെ? എന്നാലും ഏകദേശം 4 മാത്രത്തിലുണ്ടാവും ഉണ്ടല്ലേ? അയാൾ 30 തളിക 30 ചെമ്പ് പിന്നെ ഹൽവ പായസം, 30 ചെമ്പ് പായസം വെച്ചിട്ട് അയാൾ വളർന്നുമായിരുന്നു. ഇലാ അൻ ഖാൽ, ഏതുവരെ അറിയോ? വയഅമലു ലിസ്സൂഫിയ്യതി സിമാഅൻ മിന അദ്ദുഹ്രി ഇലാ അൽഫജ്ർ. ദുഹർ മുതൽ പിറ്റേന്ന് രാവിലെ വരെ സൂഫികൾക്ക് പ്രത്യേകം ഒരു സമയം ആ രാജാവ് അനുവദിച്ചു കൊടുത്തിരുന്നു. വയർഖുദു ബിനഫ്സിഹി മഅഹും. അവരോടൊപ്പം ഇങ്ങനെ രാത്രി കുഴിഞ്ഞിരുന്നിട്ട് അവരുടെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ കൂടെ കൂടും. അങ്ങനത്തെ ടീമാണ് ഇത് എന്ത് ചെയ്തത്? ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ ഉണ്ടാക്കിയ ടീമിന്റെ അതേ സ്വഭാവം ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഉണ്ടാവും. ഫുഡില്ലാത്തൊരു പരിപാടി ആലോചിച്ചു ആരുണ്ടാവും? പെണ്ണുങ്ങൾക്ക് ആദ്യത്തെ 2-3 ദിവസം എന്താക്കണ്ട, വീട്ടിൽ നോക്കണ്ടല്ല, ഇഷ്ടംപോലെ കിട്ടും. വഖാല ഇബ്നു ഖൽഖാൻ, ഇബ്നു ഖൽഖാൻ പറഞ്ഞു വഫയ്യാത്തുൽ അയ്യാൽ എന്ന് പറയുന്ന കിതാബിൽ ഫഇദാ കാന അവ്വലു സഫരിൻ, അവരുടെ പരിപാടി സഫർ മാസത്തിന്റെ തുടക്കമായാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം പിടിപെട്ട മാസം ഏതാ? സഫർ. ഇവര് സഫർ ആയാൽ, അതാണ് ജൂത പരീക്ഷകളുടെ ആളുകളും മുസ്ലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം. സഫർ ആയി കഴിഞ്ഞാൽ സയ്യനു, അവർ അലങ്കരിക്കും. ഏതുപോലെ? ഇപ്പോഴുള്ള പോലെ അലങ്കരിക്കും. തിൽക്കൽ ഖുബാ, കുബ്ബകൾ, മിനാരങ്ങൾ. പണ്ട് കാലത്തെ ബിൽഡിങ്ങൾ അങ്ങനെ ഉസ്മാനിയാക്കളൊക്കെ കാലത്തുള്ളതുണ്ടല്ലോ, അതിന്റെ കൊട്ടാരത്തിലൊക്കെ ഉണ്ടാകുന്ന കുബ്ബകൾ, അതിനവർ അലങ്കരിക്കും. വളരെ വിലപിടിപ്പുള്ള ഭംഗിയുള്ള പലതരം വർണ്ണങ്ങൾ കൊണ്ട് അവര് അലങ്കരിക്കും. ലൈറ്റുകൾ ഉണ്ടാവും, കടലാസുകൾ ഉണ്ടാവും. എന്നിട്ടോ ഓരോ കുബ്ബയിലും ഈ ഗായകന്മാരിൽപ്പെട്ട ഒരു ഗായക സംഘത്തെ ഇരുത്തും. കുബ്ബന്റെ ഉള്ളിൽ വേറെ കുബ്ബയിൽ നാട്ടിലുള്ള വലിയ പ്രഭുക്കന്മാരുടെ ഒരു കൂട്ടം. ഈ ഇപ്പം കാണുന്നില്ലേ, കാലങ്ങളുടെ മധ്യത്തിൽ ഇപ്പോഴും കാണുന്നുണ്ട്. ഗൾഫിൽ നിന്ന് ലീവ് എടുത്ത് വന്നിട്ട് അവർ ആ വണ്ടിയും ബെൻസ് കാറും മോഡി കാറും അതിൽ കുറെ ചിത്രങ്ങളും അതിൽ കുറെ ഇതും പിന്നെ കൂളിംഗ് ഗ്ലാസും സൂട്ടറും ഇട്ടിട്ട് ഇങ്ങനെ അസ്ഹാബുൽ മലാഹി, പുറമെ ഇങ്ങനെ ഈ സ്റ്റൈൽ പ്രകടിപ്പിക്കുന്ന ആളുകൾ, അവരും ആ കുബ്ബയിലുണ്ടാവും. ولم يتركوا طبقة من تلك الطبقات حتى رتبوا فيها جوقا.
അങ്ങനെ നാട്ടിൽ എത്ര ഗോപുരങ്ങൾ ഉണ്ടാകുമോ അതിലെല്ലാം അവർ ഗായക സംഘങ്ങളെ കൊണ്ടുവന്നിരുത്തും. സഫർ ആകുമ്പോൾ തന്നെ. അപ്പൊ സഫർ മാസത്തിലെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അവർ മുൻഗാമികൾ, ഇവരുടെ മുൻഗാമികൾ. എത്രത്തോളം റബീഉൽ അവ്വൽ 12-ന്റെ 2 ദിവസം മുമ്പ്, അഥവാ 11-10 റബീഉൽ അവ്വൽ 10 ആകുമ്പോൾ ഉഖ്രിജ മിനൽ ഇബ്ലി വൽ ബഖരി വൽ ഗനമി, ഒട്ടകം, പശു, ആട്, ഷൈഅൻ കസീറൻ സായിദൻ അനിൽ വസ്, വർണ്ണിക്കാൻ പറ്റാത്തത്രയും നാൽക്കാലികളെ കൊണ്ടുവരും. وزفها بجميع ما عنده من الطبول والاغاني والملاهي, അതിനെ നല്ല തഫല മുടി പിന്നെ ആ മൃഗങ്ങളെ അണിയിച്ചൊരുക്കിയിട്ട് മൈതാനത്തേക്ക് കൊണ്ടുവരും. ഹത്താ യഅതി ബിഹാ ഇലൽ മൈദാൻ. എന്നിട്ടോ ഫഇദാ കാനത് ലൈലത്തുൽ മൗലിദി, അങ്ങനെ രാത്രി, അതായത് ഇന്ന് രാത്രി, നാളല്ലേ ഇന്ന് രാത്രിയായാൽ അവരെന്ത് ചെയ്യും? അമില സമ്മാഅതി ബഅദ അൻ യുസല്ലി അൽ മഗ്രിബ ഫിൽ ഖലഅ, കോട്ടകളിൽ ശബ്ദം ഒരുപാട് കേൾപ്പിക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ കൊണ്ട് മഗ്രിബിന് ശേഷം പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നു മരുഭയില. ഇതായിരുന്നു ഇതുണ്ടാക്കിയ ഫഹാദാ മബ്ദഉ ഹുദൂസിൽ ഇഹ്തിഫാൽ, ഈ ജന്മദിനാഘോഷ പരിപാടിയുടെ തുടക്കം ഇതാണ്. വഇഹ്യാഇഹി, അതിനെ ജീവിപ്പിച്ചതും ഈ മൗലിദുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ ഈ പറയപ്പെട്ട ആളുകളാണ്. ഈ തരത്തിലാണ് ഹദസ മുതഅഖറ, ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഉത്തമ നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടാണ്. മാത്രമല്ല വമുഖ്തറനൻ ബില്ലഹ്വി വസ്സർഫി വഇദാഅത്തി അൽഅംവാൽ വൽഔഖാതി വറാഅ ബിദ്അത്തി മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, ഒരു തെളിവുമില്ലാത്ത പക്കാ ബിദ്അത്തായ ഈ കാലത്തിന്റെ പിറകിൽ ആളുകളുടെ സമയവും അവരുടെ സമ്പത്തും അതേപോലെ തന്നെ അവരുടെ പൈസ അമിതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടും ഇതെല്ലാം പാഴാക്കുന്ന തരത്തിലുള്ള പരിപാടി അന്നവർ തുടങ്ങി വെച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ തുടക്കം. അതുകൊണ്ട് ഇനി നാളെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടികൾക്ക് അസ്ർ അന്വേഷിച്ചു പോയാൽ എവിടെ കിട്ടൂല, ഉത്തമ നൂറ്റാണ്ട് കിട്ടൂല, ഈ പറഞ്ഞ രാജാവിന്റെ കാലം തൊട്ടേ കിട്ടുള്ളൂ. പെട്ടെന്ന് പറയാം. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ആഘോഷ പരിപാടിയുടെ തുടക്കം. ഖൈറുൽ ഖുറൂനിൽ ഉണ്ടായിട്ടേ ഇല്ല, അത് ഉറപ്പായി. ഇനി എന്തുകൊണ്ടാണ് പിൽക്കാലത്ത് തുടങ്ങിയ ഈ പറയുന്ന വിദഗ്ധായ പരിപാടി മംനൂആണ്, മർദൂദാണ് എന്ന് പറയാനുള്ള കാരണം? ഇസ്ലാമിനെതിരാണ്, മുസ്ലിമീങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. അവ്വലൻ, ഒന്നാമതായി അന്നഹു ലം യകുൻ മിൻ സുന്നത്തി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ മിൻ സുന്നത്തി ഖുലഫാഇ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല, റസൂലുള്ളാഹി തങ്ങളുടെ ഖലീഫമാരും അത് ചെയ്തിട്ടില്ല. വമാ കാന കദാലിക, അതുകൊണ്ട് തന്നെ ഫഹുവ മിനൽ ബിദ്അൽ മംനൂഅ, കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചോളണം. വളരെ ഈസി ആയിട്ട് ചോദിക്കുന്ന ആൾക്കാരുള്ളത് അഭിപ്രായ വ്യത്യാസം പിന്നെ നിലവിൽ വന്നാൽ ഒരു കൂട്ടക്കാരെ പറയുന്നു ഉണ്ട്, മറ്റേ കൂട്ടക്കാരെ പറയുന്നു ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നല്ല ഒരു അളവുകോൽ, അതല്ലെങ്കിൽ ഒരു പിടിവള്ളി നമുക്ക് തന്നു. റസൂലുള്ളാഹി പറഞ്ഞു ഒന്നും നോക്കണ്ട, അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിൽ എന്റെ ശരീരമുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ വസുന്നത്തുൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ ഖലീഫമാരെ നോക്കുക, ഉണ്ടെങ്കിലോ തമസ്സകു, നിങ്ങൾ മുറുകെ പിടിച്ചോളണം, പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചോളണം. പക്ഷെ റസൂലുള്ളാഹിന്റെ സുന്നത്തിലും ഇല്ല, ഈ പറയപ്പെട്ട ഖലീഫമാരിലും ഇല്ല, സഹാബാക്കളിൽ ആരിലും ഇല്ല. അതൊന്നാമത്തെ കാരണം. കാരണം എന്താ? വമൻ ഫഅല ശൈഅൻ, ആരെങ്കിലും ഒരാൾ ഒരു കാര്യം ചെയ്യും, ഇത് പറഞ്ഞിട്ടാണ് ആൾക്കാരെ പഠിപ്പിക്കുക, ഒരു കാര്യം ചെയ്യും, യതഖറബു ബിഹി ഇലല്ലാഹി തആല, ആ കാര്യം കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിലേക്ക് അടുക്കലാണ്. റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച ദിവസമല്ലേ, ആളുകൾ സദഖ ചെയ്തോട്ടെ, സ്വലാത്ത് ചൊല്ലിക്കോട്ടെ, ഭക്ഷണം കൊടുത്തോട്ടെ, ആ നന്മകൾ എന്തിനാ നിങ്ങൾ നിൽക്കാൻ പോകുന്നത് എന്നാണ് മുനാമൻ ചോദിക്കുക. ഒരു കാര്യം ഒരാൾ ചെയ്താൽ എങ്ങനെ? അല്ലാഹുവിലേക്ക് അടുക്കാൻ തന്നെ. പക്ഷേ ലം യഫ്അൽഹു അർ-റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 23 കൊല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് റബീഉൽ അവ്വലും 12ഉം വന്നിട്ടും ആ ദിവസത്തെ പ്രത്യേകമാക്കിയിട്ട് സദഖ ചെയ്യലോ, സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പറയലോ, ഭക്ഷണം കൊടുക്കലോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി ചെയ്യാത്തൊരു കാര്യം ഒരുത്തൻ ചെയ്താൽ വലം യംഉർ ബിഹി, അങ്ങനെ ചെയ്യാൻ റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുമില്ല.
വലം യഫ്അൽഹു ഖുലഫാഉഹു മിൻ ബഅദി റസൂലുള്ളാഹിക്ക് ശേഷമുള്ള ഖലീഫമാരും അത് ചെയ്തിട്ടില്ല. ഫഖദ് തദമ്മന ഫിഅലഹു എങ്കിൽ ഇവൻ ഈ ചെയ്തത് സാക്ഷ്യപ്പെടുത്തുന്നത് ഇത്തിഹാമർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയുള്ള ആരോപണമാണ്. ബിഅന്നഹു ലം യുബയ്യിൻ ലിന്നാസ് ദീനഹും റസൂലുള്ളാഹി ജനങ്ങൾക്ക് അവരുടെ ദീൻ പഠിപ്പിച്ചിട്ടില്ല എന്ന ആരോപണമാണ് യഥാർത്ഥത്തിൽ ഇവർ ഈ ചെയ്യുന്നത് തെളിയിക്കുന്നത്. കാരണം അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഈ ദിവസത്തെ പ്രത്യേകമാക്കി ഇന്ന കാര്യം ചെയ്താൽ അത്ര വലിയ പുണ്യമാണ് എന്നുണ്ടെങ്കിൽ അത് റസൂൽ ചെയ്യണം, ഖലീഫമാർ ചെയ്യണം, സഹാബാക്കൾ ചെയ്യണം. അവരൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് ഇവര് മാത്രം ചെയ്യുമ്പോൾ ഇവർ വാദിക്കുന്ന എന്താ? അവർ അവരുടെ ദീനിനെ മറച്ചു വെച്ചതാണ്. അത് വല്ലാത്ത ആരോപണമാണ്. അതിനോടൊപ്പം അള്ളാഹു പറഞ്ഞ ഒരു വാക്കിനെ കളവാക്കലും കൂടിയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങൾക്ക് ഞാൻ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അപ്പൊ ആ പൂർത്തിയാക്കി എന്ന് അള്ളാഹു പറഞ്ഞ ദീനിൽ ഇതുണ്ടാവേണ്ടതാണ്. ഇത് ദീനാണെങ്കിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഇതും ദീനാണെന്ന് പറയുമ്പോൾ അവൻ എന്തിനെ കളവാക്കി? ഖുർആന്റെ ആയത്തിനെ കളവാക്കി. ഖുർആൻ ആയത്തിനെ കളവാക്കൽ കുഫ്റാണ്, ബിദ്അത്താണ്, മുർത്തദായി പോകും. മനസ്സിലായില്ല? ഇനി രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഇത് പാടില്ല? ഫിൽ ഇഹ്തിഫാലി ബിദിക്രിൽ മൗലിദി, ഈ ജന്മദിനാഘോഷ പരിപാടിയിലുണ്ട് തശബ്ബുഹും ബിൻ നസാറ, നസാറാക്കളോടുള്ള സാദൃശ്യമാവലുണ്ട്. لأنهم يحتفلون بذكر مولد المسيح عليه السلام. അവർ ഡിസംബർ മാസത്തിൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് യേശുവിന്റെ അല്ല, പിന്നെ ആരുടെയാ? ഒരു മൂലാതെ പറഞ്ഞു മടക്കേരിയിലെ മൂലം എനിക്ക് മറുപടി എത്തുന്നു. ക്ലിപ്പ് കേട്ടതാണ്. അയാൾ ഈസ്ലമിന്റെ കഥയല്ല ഞാൻ കുറ്റുപേര് സൂചിപ്പിച്ചിരുന്നത്. നിങ്ങൾക്ക് എന്നാ പിന്നെ ക്രിസ്മസ് ആഘോഷിച്ചൂടെ, നമ്മുടെ നബിയല്ലേ? അപ്പൊ അങ്ങനെ പറയാ, അതിന് ഈസ്ലമിലല്ലല്ലോ അവര് ആഘോഷിക്കുന്നത്, അവര് യേശുവിന്റെ അല്ലേ ആഘോഷിക്കുന്നത്. ഇതാണ് മൂലമാല തലക്കെട്ടിനുള്ളിലുള്ള ആകെയുള്ള ബുദ്ധി. പിന്നെ എന്താ പറയാ അവരെ പറ്റി? അവരെ യേശുവിന്റെ അല്ലേ ആഘോഷിക്കുന്നത്, നമ്മളെ ഈസ നബിയല്ലേ? നസാറാക്കൾ ആരെയാ? وقال المسيح عيسى بن الله عيسى بن وقال النصارى مسيح بن الله എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? ഈ മൂലമാല ഭാഷയിൽ ഏതോ യേശുവിനെ പറ്റിയാ, ഈസനെ പറ്റി പറഞ്ഞല്ലേ? അപ്പൊ ഈസ നബി ഒരു നബിയാ നമ്മളുടെ, പിന്നെ അവരെ യേശു ആക്കുന്നത്. എന്നാൽ ജന്മദിനം ആഘോഷിക്കൽ ദീനാണെങ്കിൽ നമുക്ക് അന്നബിന്റെ കൂടി അത് ആഘോഷിക്കണം എന്നൊരു മൂലം പറഞ്ഞ ക്ലിപ്പുണ്ട് യൂട്യൂബിൽ. ഈസനബിന്റെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആഘോഷിക്കുക. ഒരു ജന്മദിനത്തിന് കിട്ടിയൊന്നും പോലെ ഇനി എന്തും കൂടി കിട്ടണം. ഡിസംബർ ആകുമ്പോൾ അതിന്റെ കൂടി കിട്ടണം. അതിന് വേണ്ടിട്ടാ അത് നേരത്തെ അറിയാം. മറ്റേ മൂലം പറഞ്ഞ പോലെ എന്തിനാ കേട്ടിട്ടേ സുന്നികൾക്ക് മധുരപോലെ കഴിക്കാനും പൊതിനാൾക്കാരും നെയ്ച്ചോറ് കഴിക്കാനും മാപ്പൻ ഇങ്ങനെയുണ്ട് മൂലം പ്രസംഗിക്കാൻ. അള്ളാഹു എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം? ഹക്ക് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തന്നതാണ്. നമ്മുടെ മേന്മല്ല, നമ്മളെ കഴിവല്ല, സെലക്ഷനാണ്. ശുക്ർ കാണിക്കണം, നന്ദി കാണിക്കണം. രണ്ടാമത്തെ കാര്യം ഇതാ, നസാറാക്കളോടുള്ള തശബ്ബുഹുണ്ട്. കാരണം ഇസ്ലാമിന്റെ മൗലിദ് ആഘോഷിക്കുന്നവരാണ്. വതശബ്ബുഹു ബിഹിം, അവരോട് സാദൃശ്യമാവൽ മുഹറമുൻ അശദ്ദു തഹ്രീം, വളരെ ശക്തമായ ഹറാമാണ് നസാറാക്കളോട് തശബ്ബുഹാവൽ. وفي الحديث النهي عن التشبه بالكفار, കാഫിറുകളോട് സാദൃശ്യമാവുന്നതിനെ നിരോധിച്ചുകൊണ്ടുള്ള ഹദീസ് വന്നിട്ടുണ്ട്. വൽ അംരി ബിമുഖാലഫതിഹിം, അവർക്കെതിരാവാനുള്ള കൽപ്പന വന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരാളോട് സാദൃശ്യമായാൽ അവൻ അവരിൽ പെട്ടവനാകുന്നു. എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ടീമിനെ നമുക്ക് എന്ത് പറയാം? നസാറാക്കളിൽപ്പെട്ട ടീമാകുന്നു. തശബ്ബുവായി ഇസ്ലാമിൽ പറയാൻ പറ്റില്ല. പേരോട് പകര സഖാഫിക്ക് അതിനോട് പറയുന്നുണ്ട്, മക്കളെ ബർത്ത്ഡേ ആഘോഷിപ്പിക്കല്ലേ, മിഠായി കൊടുക്കല്ല, കേക്ക് വാങ്ങാൻ പൈസ കൊടുക്കല്ലേ, മക്കളാഘോഷം റസൂലുള്ളാഹി കാണിച്ചിട്ടില്ല, ജന്മദിനാഘോഷം സഹാബാക്കൾക്ക് പരിചയമില്ല, അത് സഹാബാക്കൾ തുടങ്ങി വെച്ചതാണ്, നിങ്ങളുടെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കരുതേ എന്ന് പ്രസംഗിച്ചിട്ട് നബിയിൽ വരാമ്പോഴോ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കണേ എന്ന് പറയും. നമ്മൾക്ക് വേണ്ട റസൂലുള്ളാഹിന്റേത്. നമ്മുടെ ജന്മദിനം ആഘോഷിക്കൽ എന്താ? നസാറാക്കളുടെ പരിപാടി ദീനെതിരും, റസൂലുള്ളാഹി തങ്ങൾ ആഘോഷിക്കല് ദീനും. എന്റെ ഉപ്പ പണ്ട് പ്രസംഗിക്കുന്നുണ്ട്, നമുക്ക് മാത്രം 15, ഓനോ 10.
خير من تشبه بقوم فهو منهم وقال رسول الله പറഞ്ഞു خالف المشركين ശിർക്ക് ചെയ്യുന്നവർക്ക് നിങ്ങൾ എതിരാവണം പ്രത്യേകിച്ചും വലസിയമൻ ഫീമാ ഹുവ മിൻ ശആഇർ ദീനിഹിം അവരുടെ മതത്തിന്റെ ഷിആറായിട്ട് അവർ കൊണ്ടുവരുന്ന സംഗതിയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അതുപോലെ ആവാദിക്കുക. ക്രിസ്തുമസ് നസാറാക്കളുടെ മതത്തിന്റെ ഭാഗമാണ് എങ്കിൽ അതിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു റബീഉൽ അവ്വലിലെ ഈ മൗലിദ് ആഘോഷത്തെയും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി എന്തുകൊണ്ട് നമ്മൾ നടത്തുന്നില്ല? അന്നൽ ഇഹ്തിഫാല ബിദിക്രി മൗലിദ് റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ കൗനിഹി ബിദ്അ. അത് ബിദ്അത്താണ്. വതശബ്ബുഹൻ ബിന്നസാറ നസാറാക്കളോട് സാദൃശ്യമാവലാണ്. അതിനോടൊപ്പം തന്നെ ഫഹുവ കദാലിക് വസീലത്തുൻ ഇലൽ ഗുലുവി വൽ മുബാലഗതി ഫീ തഅദീമിഹി. ഈ പരിപാടികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഹബ്ബത്തിന്റെയും ആദരവിന്റെയും കാര്യത്തിൽ ഗുലുവ് വരാൻ ചാൻസ് ഉള്ള സംഗതിയാണ്, പരിധി വിട്ട് കിടക്കാൻ ചാൻസ് ഉള്ള സംഗതിയാണ്. എത്രത്തോളം ഹത്താ യുഫ്ദി ഇലാ ദുആഇഹി വൽ ഇസ്തിആനതി ബിഹി മിൻ ദൂനി. എവിടെ വരെ എത്തും? പറഞ്ഞു പാടി അവസാനം റസൂലുള്ളാഹി തങ്ങളോട് നേർക്ക് നേരെ ദുആ ചെയ്യുകയും സഹായം തേടുകയും ചെയ്യുന്ന ചില തങ്ങന്മാരുടെ അടവുണ്ട്. ദുആ ചെയ്തോളും അതാണ് ചോദിച്ച് പിന്നെ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കും. കുറെ കഴിഞ്ഞപ്പോ പാപ്പാ എന്താ ഐഡിയ എന്താ പാപ്പാന്ന് വിളിക്കാൻ കാരണം എന്താ? ഓന് റസൂലുള്ളാഹിന്റെ മോനെ പോലെ വിളിക്കുന്നത് പാപ്പാന്ന്. എന്റെ ഉപ്പാപ്പയാണ് ഞാൻ വിളിച്ചവേ വിളിക്കും. ഏത് മോന്റെ മോൻ? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആമക്കളെ അല്ലാഹു മരിപ്പിച്ചതാണ് നേരത്തെ. അവർ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആളുകൾ വെറുതെ വിടൂല. ഉറപ്പല്ലേ റസൂലുള്ളാഹിന്റെ മോനെ ഏത് സ്ഥാനത്ത് അവര് വെക്കുക? അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ ഖുറൈശിനെ കളിയാക്കി. അബിത്തർ വാലി മുറിഞ്ഞു പോയ പ്രവാചകൻ അല്ലാഹു പറഞ്ഞു ഇല്ല ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നിനക്ക് പറഞ്ഞ് കളിയാക്കുന്നവനാണോ അവന്റെ വാല മുറിയുക. അവിടെ ചർച്ചയില്ല. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ ഇപ്പോഴും ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ വിളിക്കാം പോപ്പാ എന്തിനെന്നറിയോ? തങ്ങളുട്ടി ഏത് ലക്ഷദ്വീപിലെ പിന്നിക്ക് പോയാ ഇത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഓരോ ചില തങ്ങന്മാരെല്ലാം വർത്താനം കേട്ട തോന്നുന്നു വെച്ചാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോന്റെ മോനാന്ന് പോലെ ഓരോ വർത്താനം. അപ്പൊ ഗുലുബ് അമിതമായി അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേർക്ക് നേരെ വിളിക്കുന്ന അവസ്ഥയിൽ വരെ എത്തുന്നു. അതുകൊണ്ട് തന്നെ വസീലത്തു ശിർക്കാണ്, ശിർക്കിലേക്ക് എത്തുന്ന വഴിയാണ്. ശിർക്ക് പ്രകാരം ഹറാമാണോ അതുപോലെ ഹറാമാണ് വസീലത്തു ഇല ശിർക്ക്, ശിർക്കിലേക്ക് എത്തുന്ന വഴികളും ഹറാമാണ്. മാത്രമല്ല ഇന്ന് നാട്ടിൽ ഈ ബിദ്അത്ത് ചെയ്യുന്നതിൽ അധിക പേർക്കും സംഭവിച്ചതുപോലെ അവർ എന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. വതലബൽ മദദ മിൻഹു, അല്ലാഹു റസൂലിനോട് സഹായം തേടുന്നു. വഇൻഷാദുൽ ഖസായിദ് ശിർകിയ, ശിർക്കുള്ള പാട്ടുകൾ പാടുന്നു. ഫി മദ്ഹിഹി, റസൂലുള്ളാഹിനെ പുകഴ്ത്തിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഖസീദത്തിൽ ബുർദയൊക്കെ പാടുന്ന പോലെ. ഇപ്പൊ നബിദിനാഘോഷ പരിപാടിക്ക് മക്കൾ പാട്ട് പാടുന്നു. ശ്രദ്ധിച്ചു നോക്കിയ പാട്ട്. ഇപ്പൊ യൂട്യൂബ് തുറന്നാ വരുന്ന മൊത്തം മൂലന്മാരുടെ വ്ളോഗ്, നല്ല മ്യൂസിക്കും അഭിനയവും അതിന്റെ കൂടെ പാട്ട് പക്ക ശിർക്കൻ വരികളുള്ള പാട്ട്, നേർക്ക് നേരെ വിളിച്ച് ദുആ ചെയ്യുന്ന പാട്ട്. എന്താണ് എന്തിനു വേണ്ടിയിട്ടായി പാടുന്നത്? മദ്ഹ്, പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടാണ്. പക്ഷെ ഉലമാക്കൾ പറഞ്ഞ പോലെ ഗുരു റസൂലുള്ളാഹിനെ നേർക്ക് നേരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള പാട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എതിർത്തിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലാ തത്റൂനി, നിങ്ങൾ എന്നെ അമിതമായി ആദരിക്കരുത്. കമാ അത്റത്തിൻ നസാറ ബിന മറിയം, മറിയമിന്റെ മകൻ ഈസയെ നസാറാക്കൾ ചെയ്ത പോലെ, ഫഇന്നമാ അന അബ്ദു, ഞാൻ അല്ലാഹുവിന്റെ ഒരു അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ എന്ത് പറയണം? അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ റസൂലും. അമിതമായി പുകഴ്ത്തരുത്, അമിതമായി ആദരിക്കരുത്. അഥവാ ഉലമാക്കൾ അർത്ഥം പറയാം, ലാ തഗ്ലൂ ഫീ മദ്ഹി, എന്നെ മദ്ഹ് ചെയ്യുന്നതിൽ നിങ്ങൾ പരിധി ലംഘിക്കരുത്. വതഅദീമി, എന്നെ ആദരിക്കുന്നതിലും കമാ ഖലത്തിൻ നസാറ ഫീ മദ്ഹിൽ മസീഹി വതഅദീമി, ഈസ ഇബ്നു മറിയമിനെ നസാറാക്കൾ ബഹുമാനിക്കുന്നതിലും
പുകഴ്ത്തിയതിനും അതിനെ വിട്ട് കടന്നതുപോലെ അവസാനം ഇവിടെ എത്തിയവര് അള്ളാനെ മാറ്റിയിട്ട് ഈസനെ ആരാധിക്കുന്ന രീതിയിലെത്തി. നിങ്ങൾ എന്നെ അങ്ങനെ ആക്കരുതെന്ന് പറഞ്ഞ അപ്രവാചകന്റെ ഉമ്മത്ത് ഇന്ന് ആ പ്രവാചകനെ അങ്ങനെ തന്നെ ആക്കി വെച്ചു. ഇതിനർത്ഥം പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ പാടും, എനിക്ക് കഴിവില്ല, ഞാൻ ഇത് മുസ്ലിമാണ് വിളിച്ചിട്ട് എനിക്ക് തന്ത്രം കുറവാണ്, കഴിവ് കുറവാണ്, എന്റെ കയ്യിൽ നിന്ന് പിടിക്കണ നബിയെ എന്ന് പറഞ്ഞ മുസ്ലിമാനുള്ള ദ്വയാണത്. മതിരി പറയുന്നതൊക്കെ നല്ല രസമാണ്. ആളുകൾക്ക് ആളുകളെ രസത്തിൽ കേൾക്കുന്നതാണ്, അത് വേറെ കാര്യം. പക്ഷെ ചങ്ങായിക്കറിയാലോ, പാടില്ലല്ലോ അത്. ഇരുത്തൊക്കെ വിട്ടു ആളുകൾ ഖത്താബാടിയ പോലെ അങ്ങനെ പലതും. അത് ഒരു പ്രശ്നമാണ്. ഇന്ന് ഉലമാക്കൾ ആ പറഞ്ഞ പ്രശ്നം ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. മദ്ഹിന്റെ പേര് പറഞ്ഞുണ്ടാക്കി പാടുന്ന പാട്ടുകളിൽ അധികവും ശിർക്കിന്റെ പാട്ടുകളാണ്. മാത്രമല്ല അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ അഹ്ലുൽ കിതാബ്, കിതാബിന്റെ ആളുകളെ, തൗറാത്തിന്റെയും ഇൻജീലിന്റെയും ലാ തഗ്ലു ഫീ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിങ്ങൾ എന്താവരുത്, ഓവർ കളി കളിക്കരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, സത്യമല്ലാതെ അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ പറയരുത്. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം, ഈസ മറിയമിന്റെ മോനാണ്, റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ മോനല്ല, അത് നിങ്ങൾ പറയരുത്. ഇന്ന് നമുക്ക് മുസ്ലിം ഉമ്മത്തിനോട് പറയേണ്ടി വന്നു, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നബിയാണ്, അല്ലാഹുവിന്റെ അബ്ദാണ്, ആരാധിക്കപ്പെടേണ്ടവനല്ല. സഹാബകളെ പോലെ ഇന്ന് മുസ്ലിം എന്ന് പറയുന്നവനും ആയി. അതന്നെ ഇതിനെക്കുറിച്ച് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം. ഈ മുലാമാരുടെയൊക്കെ പ്രസംഗം കേൾക്കുന്ന നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ പെണ്ണുങ്ങളുടെയൊക്കെ അവസ്ഥ റസൂലുള്ളാഹി പറഞ്ഞു, ഇയ്യാകും വൽ ഖുലൂ, നിങ്ങൾ അമിതമാവുന്നതിനെ സൂക്ഷിക്കുക. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചു കളഞ്ഞത് അൽ ഖുലൂ, ദീനിൽ അതിനെ വിട്ടുപോയതാണ്. ഓവർ ടീമിൽ ഒന്നിനും ഓവറാകുന്ന മധ്യമ നിലപാട്. ഓവറായാൽ അത് നാശത്തിന്റെ പുറത്തായിരിക്കും. നാലാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ആഘോഷിക്കാത്തത്? ഈ പറയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ഈ ആഘോഷം മറ്റു പല ബിദ്അത്തുകളുടെയും വാതിലുകൾ തുറക്കും. അതോടൊപ്പം ചെയ്യും, സുന്നത്തുകൾ നഷ്ടപ്പെടുകയും ചെയ്യും. വിചാരിച്ച സംഭവിക്കും, സുന്നത്തുകൾ നഷ്ടപ്പെടും. എത്ര ചെറുപ്പക്കാരും ഞാൻ സുഖനിസ്കരിച്ചില്ല, ഉറപ്പാണ്. ആ നാളെ ഉണ്ടാവും. ഇന്ന് രാത്രി ഫുള്ള് പരിപാടി. അവിടെ പൂച്ചക്കാട് അങ്ങോട്ട് ഉള്ളിലൊക്കെ പോയാൽ ഫുള്ള് ലൈറ്റും അതും ഇതും, പിള്ളേർക്ക് ഇരിക്കാനുള്ള സീറ്റും ഒക്കെ ഉണ്ടാവും. രാത്രി മൊത്തം അവിടെ ഉണ്ടാവും, ഉറപ്പാണ്. ഒരു 3 മണിയിലാവുമ്പോഴാ ഉറങ്ങണ്ടേ, രാവിലെ പരിപാടിക്ക് പോകണ്ടല്ലേ, സുഖിക്കണ്ടല്ല, പരിപാടിക്ക് പോകണ്ടേ. അങ്ങനെ പോയിട്ട് ഉറങ്ങി. ഉമ്മ 5 മണിക്ക് വിളിച്ചപ്പോ ചെല്ലമ്മ ഇതിന്റെ കണ്ണുറക്കം ചെയ്യുന്നുണ്ട്. 7 മണിക്ക് വിളിച്ചേട്ടാണ്. അങ്ങനെ 7 മണിക്ക് വിളിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകുന്നു. എന്തിന്? മീലാദിന്റെ വീട്ടിൽ കൂടി പോക്കാൻ പള്ളിയിൽ വരാത്ത അടുക്കുമ്പോ മാല ചമ്മിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നുണ്ട്, അവർ കേൾക്കുന്നുണ്ട്. പഠിക്കാൻ അതോടെ പണിപ്പെട്ടല്ലേ. ഓരോന്നോരോന്ന് വരും, സുന്നത്തുകൾ നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് കൃത്യമായ പണ്ഡിതന്മാരുടെ വാക്ക്, ഈ ബിദ്അത്തുകാരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഓരോ പുതിയ ബിദ്അത്തുകൾ ഉണ്ടാക്കുന്നത് അവർക്ക് വലിയ ഉന്മേഷമായിരിക്കും, ഒരു മടിയും ഉണ്ടാവില്ല. എന്നാലോ സുന്നത്തായ കാര്യങ്ങളിൽ വലിയ മടിയന്മാരായിരിക്കും. എത്ര കൃത്യമാണ്. സെൽഫികൾ നേരെ തിരിച്ചാണ്. വിജയത്തിന് അത്ര പേടിയാണ്, എന്നാൽ സുന്നത്തോ കഴിവിന്റെ പരമാവധി ചെയ്യാൻ. ഇത് നേരെ തിരിച്ച്. മാത്രമല്ല സുന്നത്തിനോട് ദേഷ്യവും സുന്നത്തിന്റെ ആൾക്കാരോട് ശത്രുതയും ഉണ്ടായിരിക്കും. പേരോട് സെൽഫിന്റെ താടിനെ കളിയാക്കി റിപ്പോർട്ടിട്ടുണ്ടോ? ഒരു താടി ബ്രഷ് പോലെയുണ്ട്, ബ്രഷ് പോലെയുള്ള ഒരു താടി കാണുമ്പോൾ
എന്തിനാ ഞങ്ങൾ പറഞ്ഞു? ഒരു ബോധമില്ല ഞങ്ങൾക്ക്. അയാൾ പറഞ്ഞ എന്തിനെ പറ്റിയാ? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പറ്റിയാ പറയുന്നത്. അതേ പറഞ്ഞു വിദഗ്ധത്തിന്റെ ആൾക്കാർക്ക് സുന്നത്തിന് മെയിൻ ഉണ്ടാവില്ല. തഹജ്ജുദ് എപ്പോഴും അള്ളാഹു നല്ല റഫീഖ് നസീബാക്കി തരും. നിങ്ങളെ കൂട്ടത്തിൽ ആരൊക്കെയാണ് തഹജ്ജുദ് നിങ്ങളില്ലേ? പറയാം പറയണം. ചില കാര്യങ്ങൾ പറയുമ്പോ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകുമെങ്കിൽ കൂലി കിട്ടും. പറഞ്ഞാൽ പറഞ്ഞു 4 മണിക്ക് എന്താ എണീക്കും? പോട്ടെ, 4 ഇറക്കി മതി. 4 ഇറക്കാനും കുഴപ്പമില്ല. കുറെ അധികം നേരത്തെ എണീക്കുക. 5 മണിക്കല്ലേ വാങ്ങി. കിട്ടില്ല. 1 മണിക്കൂർ മുമ്പ് നിത്യമാക്കണം പ്രിയപ്പെട്ടവരെ. ജീവിതത്തിന്റെ വർക്കത്തും സുഖവും അത് വേറെ തന്നെയാണ്. സെൽഫികൾ ഖുറാഫികൾക്ക് എന്ത് അത് ഇസ്ലാമിലേക്ക് വരട്ടെ. പിന്നെ നിസ്കാരം നമ്മൾ പതിവാക്കണം. അപ്പൊ ഈ വിദാത്തിന്റെ ആൾക്കാർക്ക് അതൊന്നും ഒരു വിഷയമേ ആയിരിക്കില്ല. ഉള്ള വിഷയമേ അല്ല അവർക്ക്. അതേ സമയത്ത് അറിയില്ല. അതൊക്കെ ശീലമില്ല. പിന്നെ ഈ സെൽഫികൾക്കാണ് ശീലം. നമ്മളെ ജുഹേച്ചൊക്കെ മാഷാ അല്ലാഹ് അയാളൊക്കെ കറക്റ്റ് ആ തിങ്കളും വ്യാഴവും എല്ലാവരോടും പറയുകയും ചെയ്യും. ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഇടുകയും ചെയ്യും. സെൽഫികൾക്കുള്ള പ്രത്യേകത സുന്നത്തിനുള്ള താല്പര്യം ഉണ്ടാവും. അവർക്ക് അഹ്ലുൽ സുന്ന എന്ന് പറയുന്നത്, അഹ്ലുൽ ഹദീസ് എന്നൊക്കെ പറയുന്നു. ഈ ഖുറാഫികൾക്ക് അതിന് ഓർമ്മയുണ്ടാവും. എന്നാലോ ബിദ്അത്തിന്റെ കറക്റ്റ് ഓർമ്മയുണ്ടാവും. പഴയ ഖുറാഫിയും പിന്നെ ഉപ്പപ്പമാരില്ലേ, അവരോട് പള്ളി നടക്കുന്ന ഓരോ മൂലത്തിന്റെ റാത്തീമിന്റെ ഡേറ്റ് വെച്ചൊക്കെ അത് ചീനാണ് ജന്മദിനം. ജമാഅത്തിൽ അത് കറക്റ്റ് ഓർമ്മയുണ്ടാവും. എന്നാൽ ഈ പറയപ്പെട്ട നോമ്പ് മറ്റു കാര്യങ്ങൾ അവരെ സുന്നത്തിന് എത്രയോ ദൂരെ. മാത്രമല്ല അത് ചെയ്യുന്നവരോട് ദൈവം ഒരു നോമ്പ് കാലം വന്നു അങ്ങനെ പറയാം. അവന്റെ വലിയൊരു നോമ്പ് അങ്ങനെ പറയുന്നത് കളിയാക്കും. മുലമാൻ നാടിനെ പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളെ ഹംദാൻ സ്റ്റേറ്റാണ്. അല്ലെ ഹംദാൻ ഷെയ്ഖ് ഹംദാനില്ല ദുബായ് ഉപരശീലം എല്ലാം മുലമാനും താടി അല്ല. ഇവിടെ ഇങ്ങനെ കറക്കി എടുത്തിട്ട് യൂത്തന്മാരെല്ലാം മാറിക്കണം. അങ്ങനത്തെ മുലമാർ വിപറിന്റെ മോള് എത്രത്തോളം അറിയോ? ഈ വിദഅത്തുകാരുടെ ദീൻ എന്തായി മാറിയെന്നറിയോ? ഇങ്ങനെ കുറെ സ്മരണകളും അതേപോലെ തന്നെ കുറെ മൗലിദുകളും കുറെ റാത്തീബുകളും ഇത് മാത്രമായി മാറി അവരുടെ ജീവിതം. അല്ലേ? ആ പള്ളികൾ അതല്ലേ ഉള്ളൂ. ഒരു ഖുർആൻ ക്ലാസ്, ഒരു ഹദീസ് ക്ലാസ് അതൊന്നുമില്ല. ആകെ ഉള്ളത് മൗലിദ്, റാത്തീബ്, ആ പരിപാടി ദിക്റുകളൊക്കെ ഇത് മാത്രമായിട്ട് അതിലേക്ക് ചുരുങ്ങി. ഓരോ വിഭാഗമായിട്ട് പിരിഞ്ഞു. എല്ലാത്തിനും നേതാക്കന്മാരുണ്ടാവും. ആ നേതാക്കന്മാർക്കെല്ലാം മൗലിദ് ഉണ്ടാവും. ഷെയ്ഖ് ബദവിന്റെ മൗലിദ് പോലെ, അതേപോലെ ഇബ്നു അറബി കളത്തരീക്കത്തിന്റെ ഷെയ്ഖുണ്ട്. വദ്ദസൂഖി ഷാദുലി, അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ദസൂഖി ഷാദുലി തരീക്കത്തുകാർ വഹക്കഥ. ഇങ്ങനെ കുറെ തരീക്കത്തുകളും അതിന്റെ മൗലിദ്, അതിന്റെ റാത്തീബ്, ഇങ്ങനെ തിന്നും കുളിച്ചും പാടിയും മാടിയിട്ടും ജീവിതം തീർക്കുക. ഇതായിരിക്കും ബിദ്അത്തിന്റെ ആളുകളുടെ ഒരു രീതി. അത് വരാൻ കാരണം അവർ സുന്നത്തിനെ ഒഴിവാക്കി ബിദ്അത്തിനെ ഇഷ്ടപ്പെട്ടു. അതുപോലെ എത്രത്തോളം അറിയോ? അവസാനം അവർ എത്തിച്ചേരുന്നത് അവരെന്ത് ചെയ്യും? ഈ പറയപ്പെട്ട ആരുടെ പേരിലാണോ മൗലിദും റാത്തീബൊക്കെ കഴിക്കുന്നത് അവൾ നമുക്ക് ഉപകാരം ചെയ്യും, ഉപദ്രവങ്ങളെ തടയും എന്ന ഒരു വിശ്വാസത്തിലേക്ക് വരെ അവർ എത്തിപ്പെട്ടു. ഞാൻ ഇങ്ങനെ ഇത് നോക്കായിരുന്നു. കുത്തുബിയ്യത്തിന്റെ നമ്മളൊരു കുത്തുബിയ്യത്തിന്റെ ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പേരോട് സഖാഫിക്ക് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് കുത്തുബിയ്യത്തിന് പേരോട് പറഞ്ഞു അതിന് ഇസ്തിഹാസമൊന്നുമില്ല, ഇപ്പൊ വെറും അവസരമേ ഉള്ളൂ. അപ്പൊ നൗഷാദ് എന്തെന്ന് ഇയാൾക്ക് ശരണ പറയുന്നു. നിങ്ങൾക്ക് അറിയാം കുത്തുബിയ്യത്ത് എന്താന്ന്? ഫുൾ ഇസ്തിഹാസ മാത്രമേ ഉള്ളൂ. നൗഷാദിനെ പ്രസംഗിക്കാൻ ഇങ്ങനെ ഓരോന്ന് പാടിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടുണ്ട്. بشر فؤادي صراطا أنت سالكه فالله أعطاكه وأنت مالكه ونجني من نظى فيها مهالكه سلطان ولي كل ولي
محي الدين فكل أمتي المدد تضاك عقول فأنت طيب شرعي محي الدين يا سيدي سندي غوثي ويا مددي وأركب شريك ഈ കാസർഗോഡ് മാലിക പള്ളിയിൽ വലിയ പഴയ കാലുണ്ടായിരുന്നു അയാൾ തുറക്കുന്നതിന് ഞാൻ ചെയ്ത് സന്നിധി അവരാണ് അല്ലല്ല അതിനു മുമ്പുള്ള അല്ല ഇത് അതാണ് എൻ്റെ ഏട്ടനും ഉണ്ടായിരുന്നു അവിടെയാണ് ഇവർ ലാസ്റ്റ് എത്തിപ്പെടുക. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടികളുമായി ബന്ധപ്പെടാത്തത്. അത് സുന്ന വൽ ജമാഅ. ഇനി ഇവർ ഈ പരിപാടികൾ നടത്തുന്നവര് ചില തെളിവുകൾ ഉദ്ധരിച്ച് അഹ്ലുസുന്ന വൽ ജമാഅന്റെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. ആ തെളിവും അതിന്റെ മറുപടികളും ഇൻഷാ അല്ലാഹ് പിന്നെ വായിക്കാം. അള്ളാഹു എല്ലാ ബിദ്അത്ത് ഖുറാഫാത്തുകളിൽ നിന്നും ഒഴിവായി നിൽക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. അവന്റെ ദീൻ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ഇത്തിബാ ചെയ്ത് മരിക്കുന്നവരെ ഇസ്തിഖാമത്തോടെ നിലകൊള്ളാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു